മെനക്കെടാനൊട്ട് കഴിയില്ല, എന്നാൽ ചായക്ക് കടിയും വേണം. അങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഇതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ചെയ്യുന്നവരെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി അഥവാ ലൂസാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ½ അവർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ഇതേപോലെ മൈദ ഒന്ന് കൗണ്ടർ ടോപ്പിൽ തൂവിയിട്ട് ഇതേപോലെ കുറച്ച് കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറയണ്ട, ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ മതിയാവും. പിന്നെ നമ്മളിത് ചെറുതായിട്ട് ഇതേപോലെ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു പണി എന്ന് പറയുന്നത്. ഒരുപാട് പരത്തി ബുദ്ധിമുട്ടാനൊന്നുമില്ല. ഇതേപോലെ ചെറിയ ചെറിയ സ്ക്വയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണം കേട്ടോ. അതുകൊണ്ടാണ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ടിട്ട് സൂക്ഷിക്കാം.